ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയാണ്. ഇതുവരെയുള്ള ഓരോ ആക്രമണങ്ങൾക്കും ഇന്ത്യ എണ്ണി എണ്ണി മറുപടി പറഞ്ഞിട്ടുണ്ട്. 2016 പത്താൻകോട്ട് ആക്രമണത്തിന് പാകിസ്ഥാന് തിരിച്ചടി കിട്ടിയതാണ്. 2016 സെപ്റ്റംബറിലെ ഉറി ആക്രമണത്തിന് കനത്ത തിരിച്ചടി കിട്ടിയതാണ്. 2019 പുൽവാമയിൽ നമ്മുടെ ഇന്ത്യൻ സൈനികരുടെ ജീവനെടുത്ത 40-ലധികം സൈനികരുടെ ജീവനെടുത്ത ആക്രമണത്തിന് മറുപടിയായി അതിർത്തി കടന്ന് ഇന്ത്യയുടെ പോർവിമാനങ്ങൾ കനത്ത തിരിച്ചടി മറുപടി കൊടുത്തതാണ് ബാലാക്കോട്ടിൽ. ഇപ്പോൾ പഹൽഗാമിലെ ആ സുന്ദരമായ താഴ്വരയിൽ വിനോദസഞ്ചാരികളായ പാവപ്പെട്ട മനുഷ്യരുടെ, നിസ്സഹായരായ മനുഷ്യരുടെ, ആയുധങ്ങളൊന്നുമില്ലാതെ നിന്ന നിരായുധരായ മനുഷ്യർക്ക് നേരെ നിറയൊഴിച്ച ആ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇപ്പോൾ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ മറുപടി ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നു. 9 ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിച്ചിരിക്കുന്നത്, തകർത്തിരിക്കുന്നത്. അതിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ഒപ്പം ലഷ്കർ ഇ തോയ്ബയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ഇങ്ങനെ ഭീകരർക്ക് പാലൂട്ടി വളർത്തുന്ന, ഭീകരർക്ക് കളിത്തട്ടൊരുക്കി കൊടുത്തിരിക്കുന്ന പാകിസ്ഥാന്റെ ഇടങ്ങളിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ ആക്രമണം നടക്കുന്നത്. പാക് അധിനിവേശ കാശ്മീരിലാണ് ഈ ഇന്ത്യയുടെ മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നത്. അത് എവിടെയൊക്കെയെന്ന് ഇപ്പോൾ ഇന്ത്യ പറയുന്നില്ല. പക്ഷേ എവിടെയൊക്കെ അടി കിട്ടിയെന്ന് പാകിസ്ഥാനാണ് വിശദീകരിക്കുന്നത്. പാകിസ്ഥാൻ മന്ത്രിയുടെ അടക്കം ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണത്തിൽ നിന്നാണ് ഈ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ആക്രമണം നടന്നത് എന്ന് പുറത്തേക്ക് വരുന്നത്. ഏതായാലും മസൂദ് അസർ എന്ന ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകന്റെ ജന്മനാട് കൂടിയാണ് ഈ ബഹാവൽപൂർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആക്രമണം നടന്നുവെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്ന ഇടം. അങ്ങനെ ഭീകരരുടെ മടിത്തട്ടിലാണ്, ഭീകരർക്ക് കളിത്തട്ടൊരുക്കി കൊടുത്ത പാകിസ്ഥാന്റെ നിഴൽ യുദ്ധം നടത്തുന്ന, ഭീകരന്മാരെ ഉപയോഗിച്ച് നിഴൽ യുദ്ധം നടത്തുന്ന, ജമ്മു കശ്മീരിന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾക്കുള്ള തിരിച്ചടി, ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. അതിന്റെ മറുപടി അല്ലെങ്കിൽ അതിനുള്ള പ്രത്യാക്രമണം എന്ന നിലയിലോ അല്ലെങ്കിൽ ഇതിനുള്ള തിരിച്ചടി എന്ന നിലയിലോ ഒക്കെയുള്ള ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ പാകിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട്. ഏതായാലും ഇന്ത്യൻ സൈന്യം സജ്ജമാണ്. അതിർത്തി മേഖലയിലടക്കം, ലൈൻ ഓഫ് കൺട്രോളിലടക്കം ഇന്ത്യയുടെ സേന സജ്ജമായി ഇപ്പോൾ വരുന്ന വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾക്കെല്ലാം ശക്തമായ മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. വിനീത വിജയുണ്ട്. വിനീത, ഇന്ന് രാജ്യമാകെ ഒരു മോക്ക് ഡ്രില്ലിന് തയ്യാറെടുക്കുന്ന സമയത്താണ് സൈന്യം നീതി നടപ്പാക്കിയിരിക്കുന്നത്. ഇനിയുള്ള നമ്മുടെ തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ഇന്ത്യൻ സിവിലിയൻ മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് ഒരു പ്രത്യാക്രമണം നേരിടുവാൻ രാജ്യമാകെ, ജനങ്ങളാകെ സജ്ജമാകുക എന്നൊരു തരത്തിലുള്ള സന്ദേശമാണ് ആഭ്യന്തര മന്ത്രാലയം കേന്ദ്ര സർക്കാർ നൽകിയിരുന്നത്. ഏതായാലും അതിന് മുന്നേ, അത്തരത്തിലൊരു തയ്യാറെടുപ്പിന് മുന്നേ തന്നെ ഇന്ത്യ കടന്നടിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പുലർച്ചെ 1:44 ഇങ്ങനെ ഒരു തിരിച്ചടി നൽകിയതായി പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് എവിടെയൊക്കെ 9 മേഖലകളിൽ ഇന്ത്യ തിരിച്ചടിച്ചു എന്നാണ് പറയുന്നത്. അത് ഏതൊക്കെ മേഖലകളാണ്, എവിടെയൊക്കെയാണ്, എത്രത്തോളം ആഴത്തിൽ അതിന്റെ ഒരു പ്രത്യാഘാതം പാകിസ്ഥാന് നേരിടേണ്ടി വന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിരോധ മന്ത്രാലയം ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ വിവരങ്ങൾ അറിയിക്കുമെന്നും പറയുന്നുണ്ട്. ഇതിനോടകം തന്നെ ഭാരത് മാതാ കി ജയ് എന്ന എക്സ്പോസിൽ കുറിച്ചിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കിരൺ റിജിജു അടക്കമുള്ള മന്ത്രിമാർ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇന്ത്യൻ സേനയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിലൂടെ അടക്കം പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്നൊരു മോക്ക് ഡ്രില്ലിലേക്കടക്കം രാജ്യം തയ്യാറെടുക്കുകയാണ്. ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ എങ്ങനെ നമുക്ക് നേരിടാമെന്നടക്കം സാധാരണക്കാരിലേക്കടക്കം ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനെയും അതിനായി രാജ്യമെമ്പാടെ ഇന്ന് ഒരു മോക്ക് ഡ്രില്ലിലേക്ക് ഒരുങ്ങണമെന്നൊക്കെയാണ് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ ഇങ്ങനെ ഒരു നിർണായകമായിട്ടുള്ള ഒരു സൈനിക നീക്കം അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ ആരും തന്നെ നനച്ചിരിക്കാത്തൊരു സമയത്താണ് അർദ്ധരാത്രിയോടുകൂടി ഇത്തരത്തിലേക്ക് അതിശക്തമായ ഒരു തിരിച്ചടി സൈന്യം നൽകുന്നത്. രാജ്യതലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചേർന്ന കൂടിക്കാഴ്ചകൾ, മീറ്റിംഗുകൾ, സൈനിക നീക്കങ്ങൾ ഓരോന്നും ഒരു നീക്കം പോലും പുറത്തു വരാത്ത രീതിയിൽ അതീവ രഹസ്യമായി തന്നെയായിരുന്നു ഓരോ നീക്കവും നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന് ഈ ഭീകരവാദത്തിനെതിരെ ഇത്തരം ഒരു തിരിച്ചടി നൽകുക എന്നുള്ളത് ഒരുപക്ഷെ രാജ്യം ഒന്നാകെ കാത്തിരുന്നൊരു നിമിഷം കൂടിയാണെന്ന് കൂടി നമുക്കത് പറയേണ്ടി വരും. 9 ഇടങ്ങളിലാണ്, പാകിസ്ഥാന്റെ 9 ഇടങ്ങളിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതേസമയം ഈ പാക് സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഒരു ആക്രമണം നടത്തിയിട്ടില്ല എന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഈ പാക് അധീന കാശ്മീരിലെ ഭീകര താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധു
സിന്ദൂർ എന്നതിന് സൈന്യം പേരിട്ടിരിക്കുന്നു. ഇതിനോടകം തന്നെ നീതി ഉറപ്പാക്കിയെന്ന കരസേനയടക്കം പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആക്രമണം പാകിസ്ഥാനും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതിർത്തിയിൽ കനത്ത വെടിവെപ്പ് തുടരുകയാണ്. ഇതിന്റെ ഒരു പ്രത്യാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ പോലും അതിനെ നേരിടാൻ ഞങ്ങൾ തയ്യാറെന്ന് ഇന്ത്യൻ സൈന്യം ഇതിനോടകം തന്നെ അറിയിച്ചിരിക്കുന്നു. വ്യോമമേഖലയിലും അതിർത്തിയിലും അടക്കം കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ സൈന്യം സജ്ജമായി തന്നെ നിലകൊള്ളുകയാണ്. ഇതിനോടകം പൂഞ്ച് രജൌരി മേഖലയിൽ ശക്തമായിട്ടുള്ള വെടിവെപ്പ് കൂടി തുടരുകയാണ്. വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യ ആക്രമണം നടത്തിയ മുരുട്കൈ ലഷ്കർ ആസ്ഥാനമുള്ള സ്ഥലമെന്നാണ് അറിയപ്പെടുന്നത്. നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനിലെ ഈ ഭീകരതയെ വളർത്തുന്നതിനും ഒപ്പം തന്നെ ഭീകരാക്രമണത്തിന് എല്ലാ നേതൃത്വവും നൽകുകയും ചെയ്യുന്ന ലഷ്കർ ഇ തോയ്ബയെ കേന്ദ്രീകരിച്ചാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ആക്രമണത്തിൽ എത്രത്തോളം പ്രത്യാഘാതം പാകിസ്ഥാന് നേരിടേണ്ടി വന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊരുപക്ഷെ പ്രതിരോധ മന്ത്രാലയം തന്നെ അല്പസമയത്തിനകം വ്യക്തമാക്കും. ബഹവൽപൂർ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണ് ബഹവൽപൂർ. ഈ ബഹവൽപൂരിലടക്കം ആക്രമണം ഉണ്ടായെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പുറത്തുവിടുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആക്രമണം നടന്നത് കോട്ട്ലി, മുസാഫറാബാദ് ഒപ്പം ബഹവൽപൂർ എന്നിങ്ങനെ 9 സ്ഥലങ്ങളുടെ വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമാവുന്നത്. അതേസമയം ഈ 3 സ്ഥലങ്ങളുടെ പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 9 ഇടങ്ങളിൽ കനത്ത തിരിച്ചടി സൈന്യം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. 3 സിവിലിയൻസ് കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ അറിയിക്കുന്നുണ്ട്. പാകിസ്ഥാനെതിരെ വ്യോമാക്രമണ പ്രതിരോധ സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് സൈന്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. പാക് വ്യോമപാത അടുത്ത 48 മണിക്കൂറിലേക്ക് അടച്ചിരിക്കുന്നു. മുരുദ്കയിലെ ലഷ്കറിന്റെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു എന്ന റിപ്പോർട്ടുകൾ കൂടി നമുക്ക് ലഭ്യമാകുന്നു. ആദ്യ ആക്രമണം നടന്നത് ജെയ്ഷെ മുഹമ്മദ് കേന്ദ്ര ലക്ഷ്യം വെച്ചിട്ടാണെന്നാണ് അറിയാൻ കഴിയുന്നത്. മൗലാന മസൂദ് അസറിന്റെ ബഹാവൽപൂരിലെ കേന്ദ്രം സൈന്യം ഈ ആക്രമണത്തിൽ തകർത്തിരിക്കുകയാണ്. പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രാലയം പറയുന്നു. ഇനി അറിയേണ്ടത് ഈ 9 ഇടങ്ങളിലുണ്ടായ ആക്രമണം അത് ഏത് രീതിയിലായിരുന്നു, തുടർന്ന് ഇനി സൈന്യത്തിന്റെ തുടർ നീക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് അല്പസമയത്തിനകം പ്രതിരോധ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ട 26 പേർ അവർ നിഷ്കളങ്കരായ ആളുകളാണ്. അവർ ഈ ടൂറിസത്തിന്റെ ഭാഗമായി വിനോദസഞ്ചാരികൾ അവർ എത്തിയവരാണ്. ഇവരുടെ ജീവൻ പൊലിഞ്ഞതിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് നേരത്തെ തന്നെ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയതായി ിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ആ തിരിച്ചടി നടത്തിയിരിക്കുന്നു. 9 ഇടങ്ങളിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ പോലും നിലച്ചിരിക്കാത്ത സാഹചര്യത്തിലാണ് 9 ഇടങ്ങളിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനത്തേക്കടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് സൈന്യം ഇതാ തിരിച്ചടി നൽകിയിരിക്കുന്നു. തുടർ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഗോകുൽ.